സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു റോഡ് ബൈക്കിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഒരു 64,000 രൂപ വിലയുള്ള ഒരു ക്രോസ് കൺട്രി റോഡ് ബൈക്കാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെ, സംഭവം എൻ്റെ പുറകിൽ ഇരിപ്പുണ്ട്, കാണിച്ചേരേ. അതെ, ഇതാണ് കേട്ടോ ബ്രാൻഡ്. സൺസ്പീഡ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. സൺ സ്പീഡ് അല്ല കേട്ടോ, സൺസ്പീഡ്, അതായത് സൂര്യവേഗത എന്ന അർത്ഥത്തിലാണ് ഈ ഒരു ബ്രാൻഡ് നെയിം ഈ ബൈക്കിന് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ചൈനീസ് ബ്രാൻഡാണ് കേട്ടോ. 2012 ചൈനയിൽ തുടങ്ങിയൊരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് സൺസ്പീഡ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി MTB, അതുപോലെ തന്നെ സിറ്റി ബൈക്ക്, ഈ ബൈക്ക്, ഫോൾഡിങ് ബൈക്ക് ഫ്രെയിംസൊക്കെ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ് കേട്ടോ. ഓസ്ട്രേലിയ, കാനഡ, മലേഷ്യ, അതുപോലെ തന്നെ 16 രാജ്യങ്ങളിൽ ഏജൻസി ഉണ്ട്. ഇപ്പോൾ എനിക്ക് കേരളത്തിൽ ഇത് അവൈലബിൾ ആണെന്ന് അറിയില്ല കേട്ടോ, കാരണം നമ്മുടെ കമ്പനി ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുത്തിച്ചാണ്. അപ്പോൾ ഇതിന് ഞാൻ മനസ്സിലാക്കിയത് ബോംബെയിലും മഹാരാഷ്ട്രയിലൊക്കെ ഇതിന് ഒരു ബ്രാഞ്ച് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അഡ്രസ്സ് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കയറി നോക്കാം. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ നേരെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് ആദ്യം പതിപോലെ തന്നെ ടയറിൽ പിടിക്കാം. ടയർ വരുന്നത് 725-ൻ്റെയാണ് കേട്ടോ. സീസർ എന്നുള്ളൊരു ടയറാണ്. ഷിൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 725 ഈ ഒരു ടയർ കേട്ടോ. അതുപോലെ തന്നെ ഡബിൾ വോൾ അലോയ് റിമ്മാണ്. 18 സ്പോക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഹബ്ബ് വരുന്നത് സോളൻ്റെ ആണ്. അതുപോലെ തന്നെ ഇത് കാർബൺ ഫോർക്കാണ് കേട്ടോ. ഫ്രെയിം വരുന്നത് അലൂമിനിയമാണ്. അതുപോലെ തന്നെ 9.3 9.3 കിലോഗ്രാം വെയ്റ്റാണ് ഇതിന് ടോട്ടലുള്ളത്. പിന്നെ ഇത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ട്രക്ടറോടെ ബ്രേക്ക് സിസ്റ്റം കൊണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ കേബിൾ റൂട്ടിംഗ് ഒക്കെ കണ്ടോ, ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് ആണ്. ഇതാണ് കേട്ടോ ഇത് ഇവരുടെ ഒരു ലോഗോ, സൺസ്പീഡിൻ്റെ. ഇനിതേ ഹെഡ്സെറ്റ് വരുന്നത് ജിനിയ എന്നുള്ളൊരു കമ്പനിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് സൺസ്പീഡിൻ്റെ തന്നെയാണ്. ഹാൻഡിൽ ബാറും എല്ലാം അലൂമിനിയം കേട്ടോ. ഇനി ഡ്രൈവ് ട്രെയിൻ, അതായത് ഗ്രൂപ്പ് സെറ്റ് വരുന്നത് ഷിമാനോയുടെ ക്ലാരിസ് ആണ് കേട്ടോ. ഷിമാനോയുടെ ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റാണ് വരുന്നത്. അതേ ക്രാങ്കും RDയും കാസറ്റൊക്കെ കാണിച്ചു തരേ. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ പ്രോവീലിൻ്റെ ഹോളോടെക് ക്രാങ്ക് സെറ്റാണ് വരുന്നത്. 3450 ക്രാങ്ക് സെറ്റിലെ പല്ലുകളുടെ എണ്ണം. അപ്പോൾ 2x8, അപ്പോൾ ഒരു 16 ആണ് കേട്ടോ. 2x18 16 ഗിയറാണ് വരുന്നത്. ഷിമാനോയുടെ ക്ലാരിസാണ്. അപ്പോൾ ഷിമാനോയുടെ ക്ലാരിസ് കമ്പോണൻസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിറൈലർ വരുന്നത് ഷിമാനോയുടെ ക്ലാരിസ് തന്നെയാണ്. അതുപോലെ തന്നെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഷിമാനോയുടെ ക്ലാരിസാണ് റിയർ ഡിറൈലർ വരുന്നത്. 8 സ്പീഡ് ചെയിൻ, അതുപോലെ തന്നെ 8 സ്പീഡ് കാസറ്റ്, 34:11 ആ ഒരു റേഷ്യോയിലാണ് കേട്ടോ ഈ ഒരു കാസറ്റ് വരുന്നത്. അതുപോലെ തന്നെ റിമ്മ് ഡബിൾ വോൾ അലോയ് റിമ്മാണ്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ. വി ബ്രേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിമ്മാണ്. 725C ആണ് കേട്ടോ ഇതിൻ്റെ ടയർ. അതുകൊണ്ട് ഭയങ്കര നേരോ ആണ്. ഇതേ സീറ്റ് പോസ്റ്റൊക്കെ വരുന്നത് ഈ സൺസ്പീഡിൻ്റെ തന്നെയാണ്. പിന്നെ CUS എന്നുള്ളൊരു സീറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡാണെന്ന് അറിയില്ല. നല്ല സോഫ്റ്റ്, നല്ല കംഫർട്ടബിൾ സാഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് XL ഫ്രെയിമാണ് കേട്ടോ. അതുപോലെ തന്നെ സ്മോള്, മീഡിയം, ലാർജ്, XL, ബ്ലൂ, ബ്ലാക്ക്, റെഡ്, ബ്രൗൺ അങ്ങനെ കളറിലൊക്കെ അവൈലബിൾ ആണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാരിസിൻ്റെ ഫ്രണ്ട് ഡിറൈലറാണ് വരുന്നത്. അതുപോലെ തന്നെ പെഡൽ വരുന്നത് നീക്കോഡയാണ് കേട്ടോ. നീക്കോഡ പെഡലാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഇതൊക്കെയുണ്ട് മൊത്തത്തിലുള്ള കാര്യങ്ങൾ. സംഭവം നമുക്ക് ഇപ്പോൾ ഒരു റൈഡ് നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റൈഡ് നടത്തിയിട്ട് കംഫർട്ടബിൾ ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. പിന്നെ മൊത്തത്തിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതുണ്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. റോഡ് ബൈക്കിൻ്റെ എക്സ്പീരിയൻസ് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഇതിപ്പോൾ 64,000 ആണ്. ഇപ്പോൾ ഈ ഒരു സ്പെക്കൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ ഈ റേറ്റിൽ അവൈലബിൾ ആണെന്ന് അറിയില്ല. കാരണം ടെക്ട്രോയുടെ ബ്രേക്ക്, ഷിമാനോയുടെ ക്ലാരിസിൻ്റെ ഗ്രൂപ്പ് സെറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഫ്രെയിമിൻ്റെ വെൽഡിങ്ങും ആ ഒരു ജോമെട്രി എല്ലാം കൊണ്ടും കൊള്ളാട്ടോ. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു കംഫർട്ടബിൾ ബൈക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റൈഡൊന്ന് പോയി നോക്കാം. റൈഡ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചേട്ടാ പോരാട്ടാ, റൈഡ് പോട്ടും വരാം.
ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഹൈബ്രിഡ് ബൈക്കൊക്കെ ഉണ്ടാ. ഇതിപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം, നല്ല ഒരു ഒഴുക്കോടെ പോകുന്നുണ്ട്, റൈഡിങ് ഒക്കെ നല്ല സ്മൂത്താണ്. ഇപ്പോൾ പല ആംഗിളിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ റോഡ് ബൈക്ക്. ഇപ്പം എന്നെ സംബന്ധിച്ച് റോഡ് ബൈക്ക് ഞാൻ അധികം ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതുപോലെ എനിക്കൊരു ട്രിപ്പ് റോഡ് ബൈക്കിൽ കിട്ടിയായിരുന്നു ചെയ്യാൻ വേണ്ടി. പിന്നെ ആ ഒരു ട്രിപ്പ് എനിക്ക് പോകാൻ പറ്റിയില്ല. അത് കുറച്ച് ഹിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇത് എക്സലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എനിക്കിത് കംഫർട്ടബിളാണ് കേട്ടോ. ഇതുണ്ടോ, നല്ലൊരു കംഫർട്ടബിൾ റൈഡാണ് എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ കൊള്ളാട്ടോ, നല്ല പെർഫെക്റ്റാണ്. റൈഡ് നല്ല സ്മൂത്താണ് കേട്ടോ, പക്ഷേ റോഡ് അത്ര സ്മൂത്തല്ല. റോഡും കൂടി സ്മൂത്താണെങ്കിൽ സംഭവം റൈഡ് പൊളിച്ചാൽ. ഞാൻ കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയേ. ചേട്ടാ ചവിട്ടണോ റൗണ്ട് നേരായിട്ട് പോര്, ഗിയറൊക്കെ ഇടാൻ കാണിച്ചു തരാം. അപ്പോൾ ആ റൈഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്രാൻഡ് കേരളത്തിലില്ലെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എന്നാലും ബൈസിക്കിൾ റിലേറ്റഡ് വീഡിയോ ആണ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.